ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെക്കുറിച്ചുള്ള, എൻ്റെ പഠനത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ 8 തൊട്ട് 10th വരെ പഠിച്ചിട്ട് പള്ളുരുത്തി SPPY സ്കൂളാണ്. അത് 10th ഒക്കെ ഒരു ഇതുമില്ലാതെ പാസ്സായി. പിന്നീട് ഞാൻ +1 ചേർന്നു. +1 വിദ്യാലയം കച്ചേരിപ്പടിയിലായിരുന്നു. അവിടെ ചേർന്നു. അതും കുഴപ്പമില്ലാത്ത മാർക്കില്ലാതെ +1 +2 ഒക്കെ ഞാൻ പാസ്സായി. പക്ഷേ +1 വെക്കേഷൻ ഞാനൊരു ലേഡീസ് സ്റ്റോറിൽ വർക്കിന് പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള സാലറിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ +2 പാസ്സായി എഴുതിയെടുത്തു. പിന്നെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. അത് തൃപ്പൂണിത്തുറയിലുള്ള ഒരു കോളേജിലാണ് ചേർന്നത്. ഫസ്റ്റ് ഇയർ കുഴപ്പമില്ലാതെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ബ്രേക്കപ്പ് സംഭവിച്ചു. പിന്നെ അതിൻ്റെ വിഷമത്തിൽ ഞാൻ അവിടെ നിന്ന് കോളേജ് മാറി വേറെ കോളേജിലേക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ എറണാകുളത്തൊരു കോളേജിൽ ചേർന്നു. പക്ഷേ അത് ആ ടൈമിൽ ഞാൻ വർക്കിനൊക്കെ പാർട്ട് ടൈമൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ ക്ലാസ്സിനെ ബാധിച്ചില്ല. ക്ലാസ്സിലൊക്കെ കയറുമായിരുന്നു. പിന്നെ എക്സാമിന് ടൈം വന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സിൽ കുറച്ച് പേര് എക്സാമൊന്നും എഴുതിയില്ല. അപ്പോൾ അവർ പോകാത്തതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടൊരു മടി വരുമല്ലോ. അപ്പോൾ ഞാനും പോയില്ല. കാരണം എനിക്ക് അത്ര വലിയ പഠിച്ചില്ലെങ്കിൽ ഇത്ര വലിയ ഒരു സീനാവുമെന്നൊന്നും അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞില്ല. ജസ്റ്റ് ക്ലാസ്സിൽ പോകാൻ എൻജോയ് ചെയ്യാൻ, ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യുക, അങ്ങനത്തെ മൈൻഡായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് ആ ടൈമിൽ പാർട്ട് ടൈമായിട്ട് ജോബിന് പോകുന്നതുകൊണ്ട് തന്നെ ക്യാഷൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ സീരിയസ്നെസ് ആയിട്ട് എടുത്തില്ലായിരുന്നു അത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂടെ ഉള്ളവർ എക്സാം എഴുതിയില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി പിന്നീട് ഒരിക്കലും എഴുതിയെടുക്കാമെന്ന്. അങ്ങനെ 2021 ഫസ്റ്റ് ഇയർ ചെയ്തത്. അപ്പോൾ 2011 ഫസ്റ്റ് ഇയർ ചേർന്നത്. അപ്പോൾ 2013 ആയപ്പോൾ എൻ്റെ ഡിഗ്രി എക്സാം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാനതിൽ പോയില്ല. പിന്നെ അതിന് പകരമായിട്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. റിലയൻസ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ക്യാഷ് കിട്ടുന്നതുകൊണ്ട് തന്നെ ജോലിക്ക് പഠിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്ത വന്നില്ല. പിന്നീടാണ് 2015 എക്സാം പിന്നെ ഞാൻ അവിടെ ചേർന്നപ്പോഴും പിന്നീട് എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിന് എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചതുമാണ്. പക്ഷേ 2015 ആയപ്പോഴാണ് ഞങ്ങളെ ഒട്ടും ഇതാകാത്ത ആ ഒരു സംഭവം ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ്റെ മരണം. അതോടുകൂടി ഞാൻ ടോട്ടലി ഡൗണായി. എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത അവസ്ഥയായി. പഠിക്കാനും തോന്നുന്നില്ല, ജോലിക്ക് പോകാനും തോന്നുന്നില്ല. ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു അതിൽ നിന്നൊക്കെ ഞാൻ ഒരുവിധം റിക്കവറി ആയപ്പോൾ അപ്പോഴും ഞാൻ അവിടെ തന്നെ ജോലിക്ക് ഉണ്ട് കേട്ടോ. 2015 തൊട്ട് ഞാനവിടെ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. 2017 വരെ ഞാനുണ്ടായിരുന്നു. പിന്നെയാണ് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ കഷ്ടതകൾ, അതായത് എന്താ പറയുക, നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേർ പഠിച്ച് ജോലിയായിട്ട് അവിടെ പർച്ചേസ് വരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സെയിൽസ് ഗേളായിട്ട് എടുത്തു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ എനിക്കതൊക്കെ പിന്നീട് എനിക്കൊരു നാണം പോലെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, എന്ത് ചെയ്തിട്ടാണെങ്കിലും ഡിഗ്രി ഒന്ന് പാസ്സായി എടുക്കണം. ആ ഒരു ഇതിൽ എനിക്ക് വാശിയിലിങ്ങനെ വരുമായിരുന്നു തന്നെ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ 2017 അവിടെ നിന്ന് ഇറങ്ങി ഒരു എറണാകുളത്തിൻ്റെ വേറൊരു കോളേജിലേക്ക് ഞാൻ അഡ്മിഷൻ പോയി. അവിടെ പോയപ്പോഴും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ കൂടെയുള്ളവർ ചില ടൈമിൽ എക്സാം എഴുതി ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടെയുള്ളവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എക്സാമിന് പോയില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കാര്യം നമ്മൾ സ്വന്തമായിട്ട് നോക്കണം എന്നാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ ആ ഒരു ടൈമായപ്പോൾ ടോട്ടലി എല്ലാവരും ഡിപ്പെൻഡഡ് ആയി പോയായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചതോടുകൂടി ഫുൾ ഡൗൺ ആയിരുന്നു. അതിനു മുമ്പ് വരെ ഞാൻ രാത്രിയിലൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞാൻ ആകെ
ഒറ്റപ്പെട്ട പോലെ പോയി. അല്ലാത്ത ടൈമിൽ എന്നെ രണ്ടുപേരും അമ്മയും അച്ഛനും ഫോണിൽ മാറി മാറി, ഞാൻ എവിടെ പോയാലും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചതോടെ ആ ഒരു ഭയങ്കര ഒരു കുറവ് തന്നെയായിരുന്നു. 5 വിരലിൽ 1 വിരലിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ടോട്ടലി ആകെ ഡൗൺ ആയിപ്പോയി. അപ്പം പിന്നെ എനിക്കൊരു ആ റിലയൻസിൽ വർക്ക് ചെയ്ത ടൈമിൽ ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ബൈക്കുകാരൻ എന്നെ വന്ന് ഇടിച്ചു. അപ്പോൾ എനിക്കത് പെട്ടെന്നൊരു ട്രോമ കിട്ടി. പിന്നെ അതിനുശേഷം എനിക്ക് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പോഴും റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിലാണ് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കല്യാണത്തിന് 2019 ഞങ്ങളുടെ കല്യാണം നടന്നത്. ആ ടൈമിലോട്ട് പിന്നെ ഇപ്പോൾ വരെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ചേട്ടനെ ബൈക്കിനല്ലാതെ ഞാൻ പോകാറില്ല. ഇപ്പം അമ്മ എവിടെയെങ്കിലും ബസ്സിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ ആകെ പേടിയായിട്ട്, എനിക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോഴേക്കും എങ്ങനെ പോകും എന്നുള്ള ഒരു പേടിയാണ്. അപ്പം ഞാൻ 2017 ഞാൻ രണ്ടാമത് ചേർന്ന് നോക്കണം. അപ്പം 2019 കല്യാണം കഴിഞ്ഞു. 2019 ആയപ്പോൾ ഒരു എക്സാം എനിക്കുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ പോലെ തന്നെ ഈ കുറേ ഫ്രണ്ട്സ് പോകാതിരുന്നു. അപ്പോൾ എനിക്കും പോകാൻ മടിയെന്നല്ല, പേടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനും, നമ്മുടെ ക്ലാസ് കണ്ടുപിടിക്കാനും, ഹോൾ ടിക്കറ്റിൻ്റെ നമ്പറൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ എനിക്കറിയില്ല. കാരണം ഞാൻ ആ ടൈമിൽ ആകെ ഡൗണായി, ഫുള്ളി ഡിപ്പെൻഡഡ് ആണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്ത മണ്ടത്തരമായിരുന്നു എന്നുള്ളത്. രണ്ടാമതൊരു വാശി വന്നപ്പോൾ അതിലങ്ങനെ എക്സാം എഴുതിയെടുക്കണമായിരുന്നു. ഞാൻ രണ്ടാമത് പഠിച്ചപ്പോൾ കുറച്ച് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ പാസ്സായിരുന്നു. പിന്നെ കുറേ എക്സാം ഞാൻ പഠിച്ചിട്ട് പോലും ഞാൻ പോയിട്ടില്ല. ഈ ഒരു പേടി കാരണം കൂടെ ഉള്ളവരെൻ്റെ കൂടെ എക്സാമിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അടുത്ത വർഷം എഴുതിയെടുക്കുക അങ്ങനെ പറഞ്ഞ് പോയായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ആദ്യത്തെ തവണ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാനിത് രണ്ടാമത്തെ തവണ ഇപ്പം നമ്മളൊരു കോളേജിൽ ചേർന്ന് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്ത് പിന്നെ ഇനി രണ്ടാമത്തെ ആണെങ്കിൽ MG യൂണിവേഴ്സിറ്റി പോയി അത് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടി ചേർന്നിട്ട് വേണം പിന്നെ നമുക്ക് അങ്ങനെ എക്സാം എഴുതാനായിട്ട്. ഞാനങ്ങനെ കുറേ കൊല്ലം എടുത്തുകൊണ്ട് MG യൂണിവേഴ്സിറ്റി പോയി ക്യാൻസൽ ചെയ്ത് ഒന്നുകൂടി കോളേജിൽ റീജോയിൻ ചെയ്ത് വേറെ കോളേജിൽ ജോയിൻ ചെയ്തിട്ടാണ് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര കഷ്ടം പിടിച്ചൊരു കാര്യമാണിത്. എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ ഓർക്കുകയില്ല, ഒന്നുമില്ല. എക്സാം ഹോളിൽ പോകുമ്പോഴേക്കും ആകെ ഒരു ടെൻഷനും പിന്നെ എക്സാമിന് തോറ്റു പോകുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എൻ്റെ ദൂര സ്ഥലങ്ങളിലായിരുന്നു എക്സാം. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരായിരുന്നു. അമ്മേനെ കാണണം, എക്സാം ഹോളിൽ വെച്ച് അമ്മേനെ കാണണം, ഹസ്ബൻഡിനെ കാണണം, അങ്ങനത്തെയൊക്കെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോഴാണ് ഇപ്പം ഞാനതിൽ ശരിക്കും കേൾക്കുന്നു. എനിക്ക് എക്സാം എഴുതിയെടുക്കണമായിരുന്നു. എത്ര കഷ്ടപ്പെട്ടതാണെങ്കിലും എക്സാം എഴുതിയെടുക്കണമായിരുന്നു. ഇന്നിപ്പോൾ ഡിഗ്രിയുള്ള പിള്ളേർക്ക് പോലും ജോലി കിട്ടാനായിട്ട് പാടാണ്. എനിക്കാകെ അറിയാവുന്ന ജോലി എന്ന് പറയുന്നത് കോൾ സെൻറ്ററിൽ നിന്നിട്ടുണ്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ നിന്നിട്ടുണ്ട്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് അങ്ങനത്തെ ജോലി മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി എത്ര വേണമെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ 32 വയസ്സായി. അപ്പോൾ ഓരോ ഷോപ്പിലും ഇതിലൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ട്, ജോലിക്കൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോലിയൊന്നും കിട്ടാതെ ആകെ ഒരു കഷ്ടപ്പാടാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ അമ്മ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. കൂടാതെ എനിക്ക് 2 പിള്ളേരുള്ളതുകൊണ്ട് അവരെ നോക്കി അവരുടെ കാര്യങ്ങളും നോക്കണം. കാരണം അവർ അംഗനവാടിയിൽ പോകാനൊന്നും ആയിട്ടില്ല. ഒരാൾക്ക് 3 വയസ്സും ഒരാൾക്ക് 2 വയസ്സും മാത്രമാണ് ഇതുള്ളത്. പക്ഷെ അമ്മ ഇപ്പോൾ പോകുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അത് അമ്മക്കൊരു സപ്പോർട്ടായിരുന്നു. പക്ഷേ അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് ചോദിക്കുന്ന സ്ഥലത്തൊന്നും വേക്കൻസി ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഡിഗ്രി എങ്കിലും മിനിമം വേണമെന്നാണ് പറയണത്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് സ്വപ്നം കാണാറുണ്ട്, എക്സാമിൻ്റെ ഒരു സ്വപ്നം കാണാറുണ്ട്.
എക്സാം പാസ്സായി രണ്ടാമത് എഴുതിയെടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോൾ ഒരു മൂന്നാമതൊരു എക്സാം അത് ക്ലാസ്സിൽ ചേരൽ ഇനി നടക്കില്ല. അതൊരു സ്വപ്നമായി തന്നെ അവശേഷിക്കുകയുള്ളൂ. പക്ഷെ എനിക്ക് നേരത്തെ അങ്ങനെ ഞാൻ മര്യാദക്ക് പഠിച്ചായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നല്ല ജോലി കിട്ടിയേനെ. എന്നെ അമ്മേനെയും ഹസ്ബൻഡിനെയും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേനെ, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. നല്ലൊരു ജോബില്ല. വിളിച്ച് ചോദിക്കുന്നിടത്തൊക്കെ അവർ പറയുന്നത് ഡിഗ്രിയെങ്കിലും മിനിമം ഡിഗ്രി എങ്കിലും വേണമെന്നാണ് പറയണത്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് +2 ആ ഒരു വെച്ചിട്ട് ഒരു ജോലി എനിക്ക് കിട്ടാനില്ല. പിന്നെ PSC ആണെങ്കിൽ PSC പഠിച്ചെടുക്കാനായിട്ട് കുറച്ചാൾ ഞാൻ PSC നോക്കിയായിരുന്നു. ഇവിടെ ക്ലാസ്സിന് ഇതിനൊന്നും പോയൊന്നുമില്ല. യൂട്യൂബ് നോക്കിയൊക്കെ ഞാൻ കുറച്ച് പഠിച്ചായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് അതൊന്നും പറ്റില്ല. കാരണം അത്രക്കും പഠിക്കാനുണ്ട്. അതൊന്നും പഠിച്ചെഴുതി ഒരു ജോലി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. പക്ഷേ നമ്മുടെ പഠനത്തിന് ആദ്യം മുൻഗണന കൊടുത്തിട്ട് എൻജോയ് ചെയ്തോളൂ. കുറച്ച് സമയം പഠിക്കാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ടൈം എൻജോയ് ചെയ്ത് അങ്ങനെ ഇതാക്കുക. അല്ലാതെ ഇപ്പോൾ പിന്നീട് ഒരിക്കൽ എഴുതിയെടുക്കാം പിന്നെ ഇതാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിക്കാനും പോണില്ല, എഴുതാനും പോണില്ല, ഒന്നുമില്ല. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ കേട്ടോ. ഇപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേന് നിങ്ങൾ പഠിക്കുക, ഒരു നല്ല ജോലി വാങ്ങുകയും ചെയ്യുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവള് ജോലിയും കൂലിയില്ലാതെ ഇങ്ങനെ പറയണ എന്താണ്, പഠിപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ പറയണ എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ എനിക്ക് പറ്റിയൊരു അബദ്ധം ആർക്കും പറ്റാതിരിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പറഞ്ഞു തന്നെയാണ് കേട്ടോ. അത്ര ഇതിനെ കണ്ടാൽ മതി, വേറെ വലിയ ഇതായിട്ടൊന്നും വിചാരിക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടാം. എനിക്ക് ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ബൈ.